നമസ്കാരം. അൻസോ ടോക്കീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ടീച്ചർമാർ ചെയ്ത തെറ്റെന്താണ്? അവരുടെ കുട്ടികളെ ലഹരി വസ്തുവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അത്ര മാത്രം. നെട്ടോട്ടമോടുന്ന നമ്മുടെ മന്ത്രിസഭയ്ക്ക് ഈ തലമുറയെ രക്ഷിക്കാൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ബാഗിൽ സാധനമുണ്ട്, ടീച്ചർക്ക് അറിയാം, നിനക്കും അറിയാം. അധ്യാപകർ എന്ന് വടി താഴെ വെച്ചോ അന്നു മുതൽ തലമുറ വഴിതെറ്റി. ഇത് പരിശോധിക്കാൻ പറ്റില്ല, ഇതിനെ എങ്ങനെ തടയാൻ പറ്റും? ചോരക്കുരുതിയുടെ കഥകൾ മാത്രം കേട്ടുകൊണ്ടുണരുന്ന ഒരു പ്രഭാതമാണ് നമുക്കിന്ന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരമൊക്കെ മാറ്റണം. തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടുവന്നത്. എത്ര വലിയ കെട്ടിടവിടെ കിടപ്പുണ്ട് കേരളത്തിൻ്റെ ടീച്ചർമാരുടെ എതിരായിട്ട്. ക്ഷമിക്കണം, ഇന്നത്തെ ദിവസം എനിക്ക് ഒരു കാരണവശാലും ചിരിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങളോട് പങ്കിടാൻ എനിക്ക് കഴിയില്ല. ഓരോ ദിവസവും നമ്മൾ പ്രഭാതം പൊട്ടി വിടരുമ്പോൾ ഒരുപാട് നല്ല നല്ല വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടും സുപ്രഭാത ഗീതങ്ങൾ കേട്ടുകൊണ്ട് ഉണർന്നിരുന്ന പ്രഭാതത്തിൽ ഇന്ന് ചോരക്കുരുതിയുടെ കഥകൾ മാത്രം കേട്ടുകൊണ്ട് ഉണരുന്ന ഒരു പ്രഭാതമാണ് നമുക്കിന്ന് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് ആരംഭിച്ചിട്ട് ഇതിനൊരവസാനമില്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും. എൻ്റെ കൺമുന്നിൽ ഏതാനും ദിവസം മുമ്പ് ഒരു സംഭവം നടന്നു. എൻ്റെ വീടിനടുത്ത് നിന്നും വളരെ ദൂരെയല്ലാതെ ഒരു സ്കൂളുണ്ട്, ഒരു ഹയർ സെക്കൻഡറി +2 സ്കൂള്. ഈ സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ, ആയുധധാരികളാണവർ, ശാരീരികമായി വലിയ കായിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു പയ്യനെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടുവന്നത്. അതിൻ്റെ ഇടയിൽ വന്ന് പെടണമെന്നും അവരെ പിടിച്ചു മാറ്റണമെന്നും എനിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. കാഴ്ചക്കാരായി നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിൽക്കേണ്ടി വന്നു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അച്ഛനില്ലാതായി പോയേക്കാം. ഈ കാരണത്താൽ തന്നെ ആ വിഷയത്തിൽ ഞാൻ അന്ന് ഇടപെട്ടില്ല. സംഭവങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ വിവരം എന്താണെന്ന് തിരക്കി. മറ്റൊന്നുമല്ല, ഇതിൽ തല്ലുകൊണ്ട ചെറുക്കൻ മറ്റൊരു ചെറുക്കൻ്റെ ലൈനിനെ സ്വന്തമാക്കി. അതാണ് പ്രശ്നം. നോക്കിക്കേ, എല്ലായിടത്തും നടക്കുന്ന വിഷയം പെൺപോരാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പരസ്പരം തല്ലുകൂടുന്ന ഒരു ചെറുപ്പം, ഒരു യുവത്വം. ഈ പെൺകുട്ടികളിൽ എത്ര പേർ പരിശുദ്ധ പ്രണയത്തിന് വേണ്ടി പോകുന്നവരാണ്, എത്ര പേർ തങ്ങളുടെ ജീവിതത്തിലെ വട്ടച്ചിലവുകൾക്ക് വേണ്ടി പയ്യന്മാരെ ചൂഷണം ചെയ്യാൻ അടുത്തു കൂടുന്നവരാണ് എന്ന് തിരിച്ചറിയാതെയാണ് പലരും പല പ്രണയങ്ങളിലും വഴുതി വീഴുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഗ്രീഷ്മ. ഒരുപാട് പേര്, ഇന്ന് ഒരു വിഭാഗം പെൺകുട്ടികൾ തന്നെ ഇങ്ങനെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ഒരുവിധം കൊള്ളാവുന്ന ചെക്കന്മാരെ പിടിക്കുക, അവനെ പ്രണയം നടിച്ച് വശത്താക്കുക, അതിനുശേഷം അവൻ്റെ ചിലവിൽ ജീവിതം മുന്നോട്ട് അടിച്ചു പൊളിച്ച് തീർക്കുക. പരിചയപ്പെട്ട അടുത്ത മണിക്കൂർ തൊട്ട് തുടങ്ങും, എടാ നീ എൻ്റെ മൊബൈലൊന്ന് റീചാർജ് ചെയ്യാവോ? അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഓരോരോ ചിലവുകൾക്കായി ആ പയ്യനെ കോണ്ടാക്ട് ചെയ്യുന്ന അവരുടെ ഓരോ രീതികളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അവർ ചിലവിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലും ഇവർ ഈ പയ്യന്മാരെ പിഴിഞ്ഞ് അവസാനം കരിമ്പിച്ചടിയായി ആത്മാർത്ഥ പ്രണയം ഹൃദയത്തിലേക്ക് ആവാഹിച്ച് കൊണ്ട് നടക്കുന്ന ഈ ചെറുപ്പക്കാരനെ നിഷ്കരണം ഇവർ തള്ളിക്കളയും. ഈ തള്ളിക്കളഞ്ഞതിന് ശേഷമായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്? പുതിയൊരു ചെറുക്കനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ അവനാവും വീര. ഇവർക്ക് ആവശ്യത്തിന് പണം വേണം, വീട്ടിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഡ്രഗ്സ് എങ്കിൽ ഡ്രഗ്സ് ഇറങ്ങുകയാണ്. എന്താണോ കിട്ടുന്നത് അത് അവർ ഇങ്ങനെ കച്ചവടം നടത്തി അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അപകടകാരികൾ ചെറുപ്പക്കാരന്മാരായിരുന്നുവെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരികളാണ് ഏറ്റവും കൂടുതൽ അപകടകരം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണിത്. ഏറ്റവും അധികം ചെറുപ്പക്കാർ, അവർക്ക് പണത്തിന് ആവശ്യമായി വരുന്നത് ഈ കാമുകിമാരെ തീറ്റിപ്പോറ്റാനാണ്, അവർക്ക് ട്രീറ്റ് കൊടുക്കാനാണ്. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ്. ക്രമേണ ഇവർ മയക്കുമരുന്ന് ശൃംഖലയുടെ വലയിൽ വഴുതി വീഴുകയാണ്. അതിനുശേഷം അവർ ഈ സ്വഭാവം തന്നെ അപ്പടി മാറുകയാണ്. ഈ അടുത്തിടെ തമിഴ്നാട്ടിലെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഒരു പെൺകുട്ടിയെ, അത് ഇവിടുത്തെ കോളേജിൽ നടക്കില്ല,
അവിടെ തമിഴ്നാട്ടിലായതുകൊണ്ട് സംഭവിച്ചതാണ്. ഒരു പെൺകുട്ടിയെ ഒരു കുറ്റത്തിൻ്റെ പേരിൽ ഓഫീസ് റൂമിൽ വിളിപ്പിച്ചു. അവളുടെ ബാഗുകളെല്ലാം എടുത്തിട്ട് വരാൻ പറഞ്ഞു. ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു കോണ്ടത്തിൻ്റെ പാക്കറ്റ് വരെ കിട്ടി. ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടി കോണ്ടത്തിൻ്റെ പാക്കറ്റുമായിട്ടാണ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് കേരളത്തിലല്ല ഞാൻ പറയുന്നു, തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലായതുകൊണ്ടാണ് അധ്യാപകന് ബാഗ് പരിശോധിക്കാൻ പറ്റിയത്. കേരളത്തിലാണെങ്കിലോ നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ 2 ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, ടീച്ചർമാരിന് നിങ്ങളുടെ കുട്ടികളിൽ സ്കൂളിൽ കൊണ്ടുവരുന്ന ബാഗ് പരിശോധിക്കാൻ പാടില്ലെന്ന്. നിങ്ങളുടെ ബാഗിൽ സാധനമുണ്ട്, ടീച്ചർക്ക് അറിയാം, നിനക്കും അറിയാം. ഇത് പരിശോധിക്കാൻ പറ്റില്ല എന്ന് ഇതിനെ എങ്ങനെ തടയാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരമൊക്കെ മാറ്റണം. ബാലാവകാശ കമ്മീഷൻ ഞാൻ പോയിരുന്നു. എത്ര വലിയ കെട്ടിവിടെ കിടപ്പുണ്ട് കേരളത്തിൻ്റെ ടീച്ചർമാരുടെ എതിരായിട്ട്. ആ ടീച്ചർമാർ ചെയ്ത തെറ്റെന്താണ്? അവരുടെ കുട്ടികളെ ലഹരി വസ്തുവിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, അത്ര മാത്രം. അത് അവരുടെ മക്കളത് കഴിക്കുന്നു. ആദ്യത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. രണ്ടാമത്തെ, എൻ്റെ മകനെ എങ്ങനെ പിടിച്ചു, ആ ടീച്ചറിന് എങ്ങനെ സാഹസം വന്നു? ഇങ്ങനെ പോയാൽ കേരളത്തിലെ ലഹരി വസ്തുക്കൾ കുറയുമില്ല എന്ന് ഞാൻ പറയാം. വേണ്ടത് എന്താണ്? ടീച്ചർ ഷുഡ് ബി ഗിവൻ ഫുൾ റെസ്പോൺസിബിലിറ്റി. ഈ സ്കൂളിലെ സാറ് എങ്ങനെ നിയന്ത്രിക്കണം അത് സാറ് തീരുമാനിക്കണം. എല്ലാം ഒരു മാസത്തിൽ നേരെ ആക്കി തരും ടീച്ചേഴ്സ്. ഞാനൊരു പഴയ ടീച്ചറാണ്. ഐ വാസ് ബിഫോർ കമ്മിങ് ടു സർവീസ് ഐ വാസ് എ ലെക്ചറർ. നിമിഷങ്ങളിൽ ശരിയാക്കാനേ ഉള്ളൂ അവർക്ക്. ഇവിടെ അധ്യാപകർക്ക് ആ കുട്ടിയുടെ ബാഗ് പരിശോധിക്കാൻ അനുവാദമില്ല. ഒരു അധ്യാപകന് കുട്ടിയുടെ കുറ്റകൃത്യം എന്തെങ്കിലും കണ്ടാൽ അതിനെക്കുറിച്ച് പറയാനോ മിണ്ടാനോ ചോദിക്കാനോ പാടില്ല. കുട്ടിക്ക് യാതൊരു ശിക്ഷയോ ശാസനമോ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അധ്യാപകൻ ഉള്ളിലാവും, അല്ലെങ്കിൽ സസ്പെൻഷനാവും. ഒരു അധ്യാപകനെ ഒരു വിദ്യാർത്ഥി ഒരു പ്രിൻസിപ്പലിനെ അതും അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്ന് കൊലവിളി നടത്തിയത്. ആ കൊലവിളി നടത്തി അവൻ വളരെയേറെ അക്രമാസക്തനാവുന്നു എന്ന് കണ്ടപ്പോഴേക്കും ഒരു തെളിവെന്നോണം ആ കുട്ടിയുടെ അക്രമത്തിൻ്റെ ഒരു വീഡിയോ ഏതോ ഒരു അധ്യാപകൻ ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. എത്ര ആഭാസത്തരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിദ്യാഭ്യാസ മന്ത്രിമാർ 2 പേര് വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അവരുടെ ആക്രോശം കേൾക്കണമായിരുന്നു. നിങ്ങൾ എന്തിനു കുട്ടിയുടെ വീഡിയോ എടുത്തു? അത് തെറ്റായിപ്പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ ഏത് യുഗത്തിലാണ്, ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അധ്യാപകർ എന്ന് വടി താഴെ വെച്ചോ അന്നു മുതൽ തലമുറ വഴിതെറ്റി. ഈ തെറ്റിച്ചതിന് അത്രയും ഉത്തരവാദി എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് ഞാൻ പറയില്ല. കാരണം എല്ലാ രാഷ്ട്രീയത്തിനും പ്രശ്നക്കാരുണ്ട്. ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ തലമുറ വീണു പോയത് മാത്രമാണ്. മയക്കുമരുന്നിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടുപോയി ഈ തലമുറയെ രക്ഷിക്കാൻ ആകെ സാധ്യമായത് ചെയ്യാൻ ഒരു വിഭാഗത്തിന് മാത്രമേ കഴിയൂ. അത് ഭരിക്കുന്ന സർക്കാരിന് മാത്രമാണ്. അല്ലാതെ പുറത്തു നിൽക്കുന്ന പ്രതിപക്ഷത്തിനോ എവിടെയും പ്രവർത്തിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കോ അല്ല. ഇത് പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഭരണത്തിലിരിക്കുന്നത്. നെട്ടോട്ടമോടുന്ന നമ്മുടെ മന്ത്രിസഭയ്ക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഈ തലമുറയെ രക്ഷിക്കാൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാന മാർഗം ലഹരിയാണ്. ടൂറിസത്തിന് വേണ്ടി തുറന്നിടാവുന്ന എല്ലാ വാതിലുകളും തുറന്നിട്ടു. തായ്ലൻഡിനെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും, അതിഥി സൽക്കാരത്തിന് വേണ്ടി കൊടുക്കുന്ന പല കാര്യങ്ങളും, പെണ്ണും മദ്യവും എല്ലാം ഇവിടെ യഥേഷ്ടം ഒഴുകുകയാണ്. ഇനി എന്താണ് ഇവിടെ ബാക്കിയുള്ളത്? ആരെയാണ് ഇനി വഴിതെറ്റിക്കാൻ ബാക്കിയുള്ളത്? ഇനി എത്ര അമ്മമാരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടണം? എത്ര അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ രക്തം കുരുതി കൊടുത്താൽ നിങ്ങൾക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? എനിക്കറിയില്ല. ഈ അപകടത്തിലേക്കുള്ള യാത്ര വെച്ച് അവസാനിപ്പിക്കൂ സർക്കാരെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതിനൊരു തടയിടുക. കുറ്റകൃത്യം ചെയ്യുന്നവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള നയം മാറ്റി കുറ്റകൃത്യത്തിന് ഇരയാകുന്നവരുടെ കൂടെ നിൽക്കുക. കുറ്റകൃത്യം കൊണ്ട് കൊല്ലപ്പെടുന്നവരുടെ, കുറ്റകൃത്യം കാരണം ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ, അവരുടെ കണ്ണീരിനൊപ്പം പങ്കുചേരുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ഒരുപാട് അമ്മമാരുടെ കണ്ണീരിനും വേദനയ്ക്കും നിങ്ങൾ ഒരു നാൾ മറുപടി പറയേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും. അതിന് യാതൊരു തർക്കവുമില്ല. ഇത് കാരണം
ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ജനത്തിന് നിങ്ങളെ ഭയമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഭരണാധികാരികളെ നിങ്ങളെ ഭയമില്ല. ദൈവം നിങ്ങളെ കണക്ക് പഠിപ്പിക്കും. ആ പഠനം നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ തരും. പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അടിവേരന്നേക്ക് മറ്റുപോയിട്ടുണ്ടാവും. കരുതി മാത്രം ഇരിക്കുക.